അരിമത്യാക്കാരൻ ജോസഫിൻ്റെ പൂന്തോട്ടം എന്ന അർത്ഥം കൂടെയുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടയാളം കൂടെയാണ് ഒരു ചൊല്ലുണ്ട്, ബലിപീഠത്തിന് വേണ്ടിയാണ് പള്ളി പണിയപ്പെടുന്നത് എന്നുള്ളത്. ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമേത് എന്ന് ചോദിച്ചാൽ അത് മദ്ബഹായാണ്. ഇംഗ്ലീഷിൽ സാങ്ച്വറി എന്ന് പറയും. മദ്ബഹ എന്ന് പറയുന്നത് മദ്ബഹ വിരിയുടെ അപ്പുറത്തുള്ള സ്ഥലം എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് മദ്ബഹ ഇത്ര പ്രധാനപ്പെട്ട ഭാഗമായി മാറുന്നത്? കാരണം ഇത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. മദ്ബഹ വിരി തുറന്നു കഴിയുമ്പോൾ ആരാധനാ സമൂഹം അവിടെ പ്രകാശിതമായി കാണുന്ന മദ്ബഹ, മാലാഖമാരും ക്രോവേന്മാരും ശ്രാപ്പന്മാരും ദൈവത്തെ ഹല്ലേലൂയ എന്ന് പ്രകീർത്തിക്കുന്ന ആ സ്ഥലമായ സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. ഈ സ്ഥലത്തിന് അരിമത്യാക്കാരൻ ജോസഫിൻ്റെ പൂന്തോട്ടം എന്ന അർത്ഥം കൂടെയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മദ്ബഹായിലുള്ള അൾത്താരയ്ക്ക് ഈശോയുടെ കബറിടം എന്ന അർത്ഥം കൂടി ഉള്ളതിനാലാണ്. അതുകൊണ്ട് മദ്ബഹ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മദ്ബഹായിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു സ്ഥലമാണ് അൾത്താര അല്ലെങ്കിൽ ബലിപീഠം എന്ന് പറയുന്നത്. ബലിപീഠത്തിന് പല പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥമുണ്ട്. നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഈശോയുടെ കബറിടത്തിൻ്റെ പ്രതീകമാണ് ബലിപീഠം. അതുപോലെ തന്നെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടയാളം കൂടെയാണ് ബലിപീഠം. അതുപോലെ തന്നെ ഇത് പരിശുദ്ധ കുർബാനയുടെ മേശ എന്നുകൂടി അറിയപ്പെടുന്നു. യൂക്കറിസ്റ്റിക് ടേബിൾ എന്ന അർത്ഥം കൂടെ ഈ ബലിപീഠത്തിനുണ്ട്. സർവോപരി ഈശോയുടെ തന്നെ പ്രതീകമാണ് ബലിപീഠം. ഒരു ദേവാലയത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ബലിപീഠമാണ്. നമ്മൾ ദേവാലയത്തിൻ്റെ നടുക്കുകൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നടുക്ക് നമ്മൾ കുമ്പിടുന്നത് യഥാർത്ഥത്തിൽ ഈ ബലിപീഠത്തിൻ്റെ മുമ്പിലാണ്. ഒരു ചൊല്ലുണ്ട്, ബലിപീഠത്തിന് വേണ്ടിയാണ് പള്ളി പണിയപ്പെടുന്നത് എന്നുള്ളത്. ഇതിൻ്റെ അർത്ഥം ഒരു പള്ളിയുടെ, ഒരു ദേവാലയത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ബലിപീഠമാണ് എന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ടാണ് സഭ പലപ്പോഴും നിർദ്ദേശിക്കുന്നത്, വിശുദ്ധ ഗ്രന്ഥവും സ്ലീവായും പരിശുദ്ധ കുർബാനയ്ക്കുള്ള പുസ്തകങ്ങളും കാസയും പീലാസയും ഒന്നുമല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും, പൂക്കളോ മൈക്ക് പോലുമോ ബലിപീഠത്തിൽ വെക്കരുത് എന്ന് പറയാനുള്ള കാരണം, ബലിപീഠം അത്ര പ്രധാനപ്പെട്ട, അത്ര സമ്പൂജ്യമായ സ്ഥലമാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഈ മദ്ബഹായിൽ മറ്റൊരു കാര്യം കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. മദ്ബഹായുടെ ഇരുവശങ്ങളിലുമായി 2 പീഠങ്ങൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ ബേസ് ഗസാകൾ എന്നാണ് വിളിക്കുന്നത്. ബേസ് ഗസ എന്ന് സുറിയാനിയിൽ പറഞ്ഞാൽ ഹൗസ് ഓഫ് ട്രഷർ, നിക്ഷേപത്തിൻ്റെ ആലയം എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ തന്നെ ഈ ബേസ് ഗസായെ നിക്ഷേപാലയങ്ങൾ എന്നും കൂടെ വിളിക്കാറുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വിശുദ്ധ രഹസ്യങ്ങൾ, ദിവ്യ രഹസ്യങ്ങൾ, അതായത് അപ്പവും വീഞ്ഞും ഒരുക്കപ്പെടുന്ന സ്ഥലമാണ് ബേസ് ഗസാകൾ. മിശംശാനാമാർ ഈ ബേസ് ഗസാകളിലാണ് അപ്പവും വീഞ്ഞും ഒരുക്കുന്നത്. അതിനുശേഷം പിന്നീട് ദിവ്യരഹസ്യ ഗീതത്തിൻ്റെ സമയത്ത് ഈ മിശംശാനാമാർ ഈ ദിവ്യരഹസ്യങ്ങൾ ബലിപീഠത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഒരുക്കപ്പെടുന്ന സ്ഥലമായതിനാൽ ഈ സ്ഥലത്തിന് ഗെത്സമനി എന്ന അർത്ഥം കൂടെയുണ്ട്. കാരണം അപ്പവും വീഞ്ഞും ബലിപീഠത്തിലേക്ക് കൊണ്ടുവന്ന് ഓർക്കുന്നത് ഈശോയുടെ പീഡാസഹനവും മരണവും ഉത്ഥാനവുമൊക്കെയാണ്. ഈശോയുടെ പീഡാസഹനത്തിന് വേണ്ടി ഈശോ ഒരുങ്ങിയ സ്ഥലം എവിടെയാണ്? ഗെത്സമനിയാണ്. അതുകൊണ്ട് തന്നെ പെസഹ രഹസ്യങ്ങൾ അനുസ്മരിക്കാൻ വേണ്ടി അപ്പവും വീഞ്ഞും ഒരുക്കുന്ന സ്ഥലത്തെ ഗെത്സമനി എന്ന് വിളിക്കുന്നത് വളരെ അർത്ഥവത്താണ്.